അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയേക്കുന്നത് ലോസ് വരെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതായത് ഇനി ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു 5 ലോസ് ആണ് പഠിക്കാനുള്ളത്. 5 തരം ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തേതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അതിന് മുമ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ലോയും കൂടെ നോക്കാം. ലോ ഓഫ് കൺവേർസേഷൻ ഓഫ് മാസ്. കൺസർവേഷൻ ഓഫ് മാസ് ഇതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ലോ ഇതാണ്. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇത് പ്രപ്പോസ് ചെയ്തേക്കുന്ന ആരാണ്? ഇത് അന്റോൺ ലാവോസിയർ ആണ് ഇത് പ്രപ്പോസ് ചെയ്തേക്കുന്നത്. സിമ്പിളാണ്. ഇത് നമ്മൾ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള സംഭവം തന്നെയാണ്. അതായത് കൺസർവേഷൻ ഓഫ് മാസ് എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും. മാസ് അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഈ മാസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതായത് മാസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. അത് എപ്പോഴും കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും. എത്രയാണോ ഉണ്ടായിരുന്നത് റിയാക്ഷന് മുമ്പ് എന്തുമാത്രം ഉണ്ടായിരുന്നോ അത്രയും തന്നെ. അതായത് നമ്മൾ പറയും റിയാക്റ്റൻ്റ് നമുക്ക് ഒരു റിയാക്ഷൻ നടന്ന് അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ്, ഇങ്ങനെയാണ് നമുക്ക് സാധാരണ വരുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയും A+B gives C+D എന്ന് പറയും. അതായത് റിയാക്റ്റൻറ്റുകളാണ് എയും ബിയും, അതിൻ്റെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് എന്ത്? സിയും ഡിയും. അപ്പം ഒരു റിയാക്ഷൻ കഴിയുമ്പോൾ എന്തുമാത്രം റിയാക്റ്റൻ്റ് ഉണ്ടായിരുന്നോ അത്രയും തന്നെ പ്രോഡക്റ്റുകളും ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് ഈ ഒരു ലോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇത് പ്രപ്പോസ് ചെയ്തത് ആരാ? ഇത് പ്രപ്പോസ് ചെയ്തേക്കുന്നത് അന്റോൺ ലാവോസിയർ ആണ് ഇത് പ്രപ്പോസ് ചെയ്തേക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറ്റർ അല്ലെങ്കിൽ മാസിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. അത്രയേ ഉള്ള ആ ഒരു ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവരൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞേക്കുകയാണ്. ഇവിടെ അവർ കാർബണിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കാർബണ് അതിൻ്റെ കൂടെ തന്നെ ഓക്സിജന്, ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ കിട്ടുന്നത്. കാർബണും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്കിവിടെ കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പം ഈ കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരമാണെങ്കിൽ നമുക്ക് ഇവിടെ എത്രയാണോ വരുന്നത് അത്രയും തന്നെ ഇവിടെ വരണം. അവിടെ ഇപ്പോൾ നമ്മൾ പറയാണ് കാർബണും ഓക്സിജനും റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കാർബണിൻ്റെ മാസ് നമുക്കറിയാം 12 ആണെന്നറിയാം. പ്ലസ് ഓക്സിജൻ്റെ മാസ് 16 ആണ്. ഇവിടെ 2 ഓക്സിജനാണുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് 32 വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഇവിടെ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് നമുക്ക് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അത് എപ്പോഴും എത്താണ്? 44 ആണ്. അത് തന്നെ നമുക്ക് ഇവിടെ വരുന്നത് നോക്കാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴും 44 ഗ്രാം തന്നെയല്ലേ? ഗ്രാം തന്നെ, അത് തന്നെയല്ലേ? സെയിം ഇവിടെ അത് തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ലോ എങ്ങനെയാണ്? അത് കറക്റ്റ് അല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കറക്റ്റ് അല്ലേ? അതായത് നമുക്ക് ലോ കൺസർവ് ചെയ്തേക്കുന്ന എന്തുവാ? മാസ് എപ്പോഴും സെയിം ആയിരിക്കും. റിയാക്ഷൻ അപ്പുറവും റിയാക്ഷൻ ഇപ്പുറവും. റിയാക്റ്റൻറ്റ് പ്രോഡക്റ്റായിട്ട് മാറുമ്പോഴും സെയിം മാസ് ആയിരിക്കും. അതല്ലേ ഇവിടെയും കിട്ടിയേക്കുന്നത്. അതായത് 44 ഗ്രാം ഉണ്ടായിരുന്ന റിയാക്റ്റൻസ് അപ്പുറത്തുനിന്ന് പ്രോഡക്റ്റ് വന്നപ്പോഴും 44 ഗ്രാം തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത ലോയിലേക്ക് പോവാം. അടുത്ത ലോ എന്ന് പറയുമ്പോൾ അടുത്ത ലോയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അതായത് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും, ഈ 2 ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, അതായത് രണ്ടാമത്തെ ലോ പ്രപ്പോസ് ചെയ്തേക്കുന്നത് ജോസഫ് പ്രോസ്റ്റ് ആണ്. ജോസഫ് പ്രോസ്റ്റിൻ്റെ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നുള്ള ലോയ്ക്കകത്ത് പറയുന്നത് ഒരു സെയിം കോമ്പൗണ്ട് എപ്പോഴും സെയിം എലമെൻറ്റ്സ് ആയിരിക്കും. അത് കമ്പൈൻഡ് ആയിട്ട്, അതായത് ഫിക്സഡ് റേഷ്യോയിലായിരിക്കും അത് ആവുന്നത്. ഇപ്പം കാർബണും ഓക്സിജനും കൂടെ ചേർന്ന് ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാര്യം പറയുന്നത് നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ട് നമ്മൾ അത് തന്നെ പറയുകയാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയുക നൈട്രജനും ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് നമുക്കിവിടെ N2ഉം H2 കൊണ്ട് ചേർന്ന് നമുക്ക് NH3 വരിക. ഇങ്ങനെ NH3 ഫോം ചെയ്യുന്നത്. ഇവിടെ എല്ലാം നോക്കിക്കുക, ഇവിടെ എപ്പോഴാണെങ്കിലും ഇവരൊരു സെയിം റേഷ്യോയിലായിരിക്കും ഫോം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ കാർബണും ഓക്സിജനും കൂടെ 1:2 എന്നുള്ള റേഷ്യോയിലാണ് ഇപ്പോഴും ചേർന്നേക്കുന്നത്. 1:2 എന്നുള്ള റേഷ്യോ തന്നെ എപ്പോഴും ചേരുന്നത്. എവിടെയാണെങ്കിലും ആ റേഷ്യോ തന്നെ ആയിരിക്കും. എപ്പോഴാണെങ്കിലും അത് തന്നെ ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവേണ്ടതെങ്കിൽ കാർബണും ഓക്സിജനും ഈ ഒരു റേഷ്യോ തന്നെ വേണം ഫോം ചെയ്യാൻ. തമ്മിൽ മിക്സ് ആവുന്നത് ഈ ഒരു റേഷ്യോയിലായിരിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ H2O എന്നുള്ളത്, H2O എപ്പോഴും എങ്ങനെ
2:1 എന്നുള്ള റേഷ്യോയിലല്ലേ എപ്പോഴും ഫോം ചെയ്യുന്നത്. അത് വ്യത്യാസം വല്ലതും ഉണ്ടാവുമോ? ഇന്ത്യയിൽ റേഷ്യോ 3:1 ഓസ്ട്രേലിയയിൽ 2:1 ആണോ? അല്ലല്ലോ, എല്ലായിടവും ഒരേപോലെ അല്ലേ. അപ്പോൾ അതാണ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ജോസഫ് പ്രോസ്റ്റ് ആണ് ഇത് ഇതാക്കിയേക്കുന്നത്. കണ്ടുപിടിച്ചത് ആരാണ്, അല്ലെ പ്രപ്പോസ് ചെയ്തേക്കുന്ന ആരാണ്? ജോസഫ് പ്രോസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്, അല്ലെ പ്രപ്പോസ് ചെയ്തേക്കുന്നത്. പുള്ളി പറഞ്ഞേക്കുന്നത് എപ്പോഴാണെങ്കിലും, അതായത് സെയിം കോമ്പൗണ്ട് എല്ലാ സമയത്തും, സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് സെയിം എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ സെയിം ഫിക്സഡ് പ്രപ്പോർഷൻ ബൈ മാസ്. ആ പ്രപ്പോർഷൻ സെയിം പ്രപ്പോർഷനിലായിരിക്കും ഇത് കമ്പൈൻ ചെയ്തേക്കുന്നത്. ഫിക്സഡ് ആയിട്ടുള്ള പ്രപ്പോർഷനിൽ തന്നെ സെയിം എലമെൻറ്റ്സ് സെയിം കോമ്പൗണ്ട് ആവാൻ വേണ്ടിയിട്ട് ആ മാസിൽ. അത്രയാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ തേർഡ് ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഇത് പ്രപ്പോസ് ചെയ്തേക്കുന്ന ആരാ? ഇത് ജോൺ ഡാൾട്ടൺ ആണ് ഇത് പ്രപ്പോസ് ചെയ്തേക്കുന്നത്. പുള്ളി എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് ഒരേ ടൈപ്പ് ആറ്റംസ് അല്ലെ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് അതുണ്ടാവുന്നതെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് എന്തുവാ? കാർബൺ ഡയോക്സൈഡിനെ എടുക്കുന്നുണ്ട്, കാർബൺ മോണോക്സൈഡിനെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഏത് പ്രപ്പോർഷനിലാണ് ഇത് ഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അതിനൊരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും. പുള്ളി പറഞ്ഞെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം തമ്മിൽ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് സെയിം ആയിട്ടുള്ള കോമ്പൗണ്ട്, സെയിം എലമെൻറ്റ് തന്നെ ഡിഫറെൻറ്റ് കോമ്പോസിന് വരുന്നതും ഒരു ഓൾ നമ്പർ റേഷ്യോയിലായിരിക്കും എന്നാണ് പറയുന്നത്. അത് സിമ്പിളായിട്ട് ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷനായിട്ട് തോന്നാം. എന്താണെന്ന് കാണിച്ചു തരാം. അതായത് ഇവിടെ നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ എടുക്കുന്നുണ്ട്, കാർബൺ മോണോക്സൈഡിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ 12:32 ആണ് നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ ആ റേഷ്യോ എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി ഇവിടെ ആണെങ്കിലോ 12:16 ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഓക്കെ അല്ലേ. ഇതിന് റേഷ്യോ നമുക്ക് എങ്ങനെ വരും? ഇതിനെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3:4 എന്ന് നമുക്ക് കിട്ടുമല്ലോ കാർബൺ മോണോക്സൈഡിൻ്റെ. ഇവിടെ വന്നാലോ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് റേഷ്യോസായിട്ട് മാറ്റുമ്പോൾ എങ്ങനെ വരും? 3:8 വരും. ഇപ്പോൾ ഇവിടോട്ട് നോക്കിക്ക്, ഈ ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കമ്പൈൻ ചെയ്യുന്നത് ഒരു ഫിക്സഡ് മാസ് ഉള്ളതും ഉണ്ടാവും, ഉള്ള എലമെൻറ്റും ഉണ്ടാവും, അല്ലാതെ ഒരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോയിലുള്ളതും ഉണ്ടാവും. അതായത് ഇവിടെ ഫിക്സഡ് റേഷ്യോ ഉള്ളത് ഏതാ? കാർബണിൻ്റെതാണ് ഫിക്സഡ് റേഷ്യോ അല്ലേ. അപ്പം കാർബൺ ഡയോക്സൈഡ് ആയാലും കാർബൺ മോണോക്സൈഡ് ആയാലും രണ്ടിലും ഉള്ളത് കാർബൺ സെയിം എമൗണ്ടിലാണുള്ളത്. അല്ലാതെ ഉള്ള ഈ രണ്ടെണ്ണം നോക്കിക്കേ. ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ അതിൽ 4 ഉണ്ട്, പിന്നെ കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ അതിൽ 8 എണ്ണം ഉണ്ട്. എന്താ? ഓക്സിജൻ്റെ അളവാണ്. ഇത് തമ്മിൽ ഫോം ചെയ്തേക്കുന്നത് അത് വേറൊരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോയിലായിരിക്കും അത് ഫോം ചെയ്തേക്കുന്നത്. എത്രയേ ഉള്ള പറഞ്ഞേക്കുന്ന കാര്യം. അതായത് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണെങ്കിൽ അത് സിമ്പിൾ വോൾ നമ്പർ റേഷ്യോയിലായിരിക്കും അതിൻ്റെ അകത്തുള്ള ഡിഫറൻസ് ഉള്ള ആ ഒരു എലമെൻറ്റ് കമ്പൈൻ ചെയ്യുന്നത്. അത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചെറിയ എക്സാമ്പിൾ കൊണ്ട് അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സിമ്പിളാണത്. അപ്പം നമുക്ക് ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് 3 എണ്ണം നമ്മൾ പറഞ്ഞു, 3 ലോസ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തി. ആ 3 ലോസിൽ ആദ്യത്തെ ആയിരുന്നു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, രണ്ടാമത്തേതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, മൂന്നാമത്തേതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഇനി നമുക്ക് 2 ലോസും കൂടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ മാസിൻ്റെ കാര്യത്തിലൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അല്ലേ. ഇത് തമ്മിൽ മാസാണ്, എങ്ങനെയാണ്, ഇതിൻ്റെ എല്ലാം മാസിൻ്റെ കണക്കിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് നമ്മൾ പറയുന്നത് ഗേ-ലുസാക്സ് ലോ എന്ന് പറയും. ഈ ലോയുടെ പേരൊക്കെ കേട്ടിട്ട് നമുക്ക് ഡൗട്ട് തോന്നണ്ട, സിമ്പിളാണ്. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇത് കണ്ടുപിടിച്ചത് ആരാണ്? ഇത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ജോൺ ലൂയിസ് ഗേ-ലുസാക്ക് എന്ന് പറയും. എന്താണ് അത്? ആ പേരാണ് നമുക്ക് ഡൗട്ട് ഉണ്ടാക്കുന്നത്. ജോൺ ലൂയിസ് ഗേ-ലുസാക്ക് എന്ന് പറഞ്ഞേക്കുന്ന ആ ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ലോ പ്രപ്പോസ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് അതിന് ഈ പേര് വന്നത്. സിമ്പിളാണ്. ഇത്രയും നേരം നമ്മൾ മാസിൻ്റെ കാര്യത്തിൽ പറഞ്ഞേക്കുന്ന കാര്യത്തിന് ജസ്റ്റ് അത് നമ്മൾ ഇത്തവണ വോളിയത്തിൽ പറയും. അപ്പോൾ ഇവിടെ പറയുകയാണ് വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗേഷ്യസ് പ്രോഡക്റ്റ് എ സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ വോളിയൂംസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഗേ-ലുസാക്സ് പറയുന്നത് എന്തുവാ? ഇവിടെ നമ്മുടെ STP കണ്ടീഷനാണ് പറയുന്നത്. അറ്റ് STP. എന്തുവാ STP? അറ്റ് STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് വെച്ചാൽ നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും സ്റ്റാൻഡേർഡായിട്ട് നിർത്തിക്കൊണ്ടാണ് ഈ ഒരു ഇത് പറയുന്നത്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും പ്രഷർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എത്ര? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ ആയിരിക്കും. പ്രഷർ എത്ര ആയിരിക്കും? 1 atm ആയിരിക്കും അല്ലേ. 1 atm പ്രഷറാണ്, ടെമ്പറേച്ചർ 273 കെൽവിൻ ആയിരിക്കും. അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കുന്നതാണ് ഈ STP കണ്ടീഷൻ. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? വോളിയം എപ്പോഴും
നമ്മൾ ഈ STP കണ്ടീഷൻ്റെ വോളിയം ഒക്കെ പറയും. പോട്ടെ. അപ്പോൾ ഗ്യാസസ് കമ്പൈൻഡ് ഫോം ഗേഷ്യസ് വോളിയം. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം മാസിൻ്റെ കാര്യത്തിൽ പറയുമായിരുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ് ഗ്യാസുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ അത് കമ്പൈൻ ആവുന്നത് ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും ഈ രണ്ട് വോളിയമും കൂടെ ഇതാവുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു HCl കാര്യം പറഞ്ഞേക്കുന്നു. ഈ HCl കാര്യം ഇവിടെ പറഞ്ഞേക്കുന്നതിൽ നമുക്ക് HCl ആണ് ഫോം ചെയ്തേക്കുന്നത് അല്ലേ? HCl ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? H2 പ്ലസ് Cl2 ഗീവ്സ് HCl 2HCl. അതിനെ നമ്മൾ ബാലൻസ് ചെയ്യണം. ഏതൊരു റിയാക്ഷൻ ആണെങ്കിലും നമ്മളത് ബാലൻസ് ചെയ്ത് വേണമല്ലോ എഴുതാൻ. അതായത് 2 ഹൈഡ്രജനും 2 ക്ലോറിനും ഇവിടെ ചേർന്നിട്ട് നമുക്ക് 2 ഹൈഡ്രജൻ ക്ലോറൈഡ് അയോൺസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് അടുത്ത വീഡിയോയിൽ ഇച്ചിരിയും കൂടെ ക്ലിയർ ആയിട്ട് ഇത് പറയാം. അപ്പോൾ നമുക്കിത് ഫൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ബൈ.